മഹാഗുരുശരണം 2025 ജൂൺ 25 എൻ്റെ രണ്ടാമത്തെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ ഈശ്വര ചൈതന്യങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇപ്പോൾ കുറേ അധികം ആൾക്കാർ സ്പിരിച്വലി ഹൈ ലെവലാണ്. അവർ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടാകും, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഉപാസന മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ലളിതാ സഹസ്രനാമം വായിക്കുക, അല്ലെങ്കിൽ ശ്രീവിദ്യാ ഉപാസന, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ വ്യക്തികൾക്കെല്ലാം പലവിധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. സംസാരിക്കുമ്പോൾ വളരെയധികം പ്രശ്നങ്ങളിലൂടെയായിരിക്കും ഇവർ കടന്നു പോണത്. ശാരീരികം, മാനസികം, കുടുംബപരം, സാമ്പത്തികം, പല കാര്യങ്ങളാകാം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ ഉപാസന ചെയ്തിട്ട് നമ്മുടെ കാർമിക്സ് കുറയ്ക്കാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളത് ന്യൂട്രലൈസ് ചെയ്ത് പോകണം. എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ പ്രധാന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനത്തെ കാരണങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടെ പ്രാർത്ഥനകൾ കൊടുക്കണം. പക്ഷേ ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചെയ്യുന്ന ഉപാസനകളിലോ പ്രാർത്ഥനകളിലോ ആ കാര്യങ്ങളെക്കുറിച്ച് തന്നെ ആലോചിക്കുമ്പോൾ അതിൻ്റെ തീവ്രത കൂടും. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. കുറേ അധികം ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ റിജക്റ്റ് അടിക്കുക. ശ്വാസം പുറത്തേക്ക്, കയ്യും കുടഞ്ഞ് ശ്വാസം പുറത്തേക്ക് വിടുന്ന ആ സമയത്ത് മനസ്സിൽ റിജക്റ്റ് എന്താണോ ഒരു ഇത് വരുന്നത്, എന്താണ് നമുക്ക് ഭയപ്പെടുത്തുന്ന ഇത് വരുന്നത്, അത് റിജക്റ്റ് എന്ന് അടിക്കുക. റിജക്റ്റ് എന്ന് മനസ്സിൽ പറയുക, അല്ലെങ്കിൽ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയാം. അപ്പോൾ ഏറ്റവും നല്ലത് റിജക്റ്റ് എന്ന് ഇത് ചെയ്യുകയാണ്. പിന്നെ കുടുംബങ്ങളുമായിട്ടുള്ള കുടുംബ ബന്ധങ്ങളിലാണ്, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടുള്ള ബന്ധങ്ങൾ. ഇപ്പം ചെറിയ കുട്ടികളിൽ ചെറുതായിട്ടുള്ള അവരിൽ എന്തെങ്കിലും ഹൈപ്പർ ആക്ടിവിറ്റി എന്തെങ്കിലും കണ്ടാൽ അവരുടനെ സ്പെഷ്യൽ ചൈൽഡ് എന്ന കാറ്റഗറി വരുന്നതായിട്ടാണ് ചില അനുഭവങ്ങൾ. ഇപ്പോൾ 1-2 കുട്ടികളെ ഞാൻ കണ്ടത് വെച്ചിട്ട്. പക്ഷേ അതിൽ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികളെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ദയവ് ചെയ്ത് കുട്ടികളെ മനസ്സിലാക്കുക. ഹൈപ്പർ ആക്ടിവിറ്റി അവരിൽ എന്തെങ്കിലും അവരിൽ വർക്ക് ചെയ്യുന്ന എല്ലാം ജീനുകളാകട്ടെ എന്തുവാകട്ടെ അത് നമ്മളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്, അച്ഛനമ്മമാരിൽ നിന്ന് പകർന്നു കിട്ടിയതാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചില കാര്യങ്ങളാണ്. ഇപ്പം കുട്ടികളുമായിട്ട് എന്തെങ്കിലും രക്ഷകർത്താക്കൾ പ്രശ്നങ്ങൾ കാണും, അല്ലേ, മാതാപിതാക്കൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണും. കുട്ടികൾ പഠനം കംപ്ലീറ്റ് ചെയ്യാഞ്ഞിട്ടോ അല്ലെങ്കിൽ പഠനം കംപ്ലീറ്റ് ചെയ്യാനോ സപ്ലി എഴുതാനോ അല്ലെങ്കിൽ നല്ല ജോലി കണ്ടെത്തുന്നതിനോ ആയിട്ട് വീടുകളിൽ കാണും. ഇവർ ചിലപ്പോൾ രക്ഷകർത്താക്കൾ പോയി കഴിഞ്ഞാൽ ഇവർ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കും. ഈ സമയത്ത് ഇവർ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കും. ഈ സമയത്ത് രക്ഷകർത്താക്കൾ അവരുടെ ജോലി സ്ഥലത്തെ സ്റ്റാറ്റസുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇവരിൽ പ്രകോപനം ഉണ്ടാകും, പ്രത്യേകിച്ച് ഡിപ്രഷൻ ഉള്ളവർ. ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഇതെനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത് അവരോട് പറയാൻ പറ്റുകയില്ല എനിക്ക്. നിങ്ങൾ ഈ സ്റ്റാറ്റസ് ഇടുന്നതായിരിക്കാം ഒരുപക്ഷെ കുട്ടികൾക്ക് പ്രകോപനമാകുന്നതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മനസ്സിലാക്കുക, ഈ കുട്ടികൾ ഡിപ്രഷനോ അല്ലെങ്കിൽ വേറെ എന്തോ ആകുന്നു, അല്ലെങ്കിൽ മാനസിക ഇതിങ്ങനെ ആകുന്നു എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാര്യം ഒന്നും നോക്കാണ്ട് അച്ഛനും അമ്മയും അടിച്ചു പൊളിക്കുകയാണ് എന്നുള്ള തോന്നലുകൾ അവർക്ക് വന്നേക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ സ്റ്റാറ്റസ് ഇടുന്നത് ദയവ് ചെയ്ത് നിർത്തിവെക്കുക കേട്ടോ. അതൊരു വിനീതമായ അപേക്ഷയാണ് എൻ്റെ. കാര്യം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. കുട്ടികൾ വീട്ടിലുണ്ട്, അവർക്ക് അവരുടേതായ ടെൻഷനുണ്ട്. അവർ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ല, അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കാൻ പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഉദ്ദേശിച്ച മാർക്കോട് കൂടി വിജയം സാധിച്ചില്ല, അങ്ങനെ പല പ്രശ്നങ്ങളിൽ ആ സമയത്ത് അച്ഛനമ്മമാരിടുന്ന സ്റ്റാറ്റസ്, അതിന് അച്ഛനമ്മമാരുടെ അടുത്ത് 100% ന്യായം കാണുമെങ്കിൽ തന്നെയും കുട്ടികളുമായിട്ടുള്ള ആ റിലേഷൻ്റെ പുറത്ത് ദയവ് ചെയ്ത് അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇത് ഞാൻ അറിയിക്കുകയാണ്. ഇത് ആ വ്യക്തികളെയൊന്നും നേരിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. ഇത് അവർ കണ്ട് മനസ്സിലാക്കിയാൽ നല്ലത്. കാര്യം ഞങ്ങൾ സ്റ്റാറ്റസ് ഇട്ടു എന്ന് പറഞ്ഞ് കൊച്ചിന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് കുട്ടികളെ മനസ്സിലാക്കുക. 2 കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചിലർക്കുണ്ട് കുട്ടികൾ സ്കൂളിൽ പോയി ഞങ്ങളുടെ കുട്ടികളുടെ കാര്യം പ്രത്യേകം അറിയണം, അപ്പോൾ മിസ്സിൻ്റെ നമ്പർ വേണമെന്നൊക്കെ പറയും. പക്ഷേ അങ്ങനെ ടീച്ചേഴ്സിൻ്റെ നമ്പർ കൊടുക്കാൻ ആ സ്കൂളിൻ്റെ റൂള് സമ്മതിക്കുന്നില്ലായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് മനസ്സിലാക്കുക, ഇതേ പ്രായത്തിലുള്ള കുട്ടികളാണ്. അവരുടെ സ്വഭാവത്തിലോ പെരുമാറ്റ രീതികളിലെ ഏറ്റക്കുറച്ചിലുകൾ കാണും. പക്ഷേ ഇതേ സ്വഭാവത്തിലുള്ള കുട്ടികളായിരിക്കും
അവിടെയുള്ളത്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ കുട്ടികളെ തീർച്ചയായിട്ടും ആ ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഈ കുട്ടികൾക്ക് കൊടുക്കും വാങ്ങലും എന്താണ് കൊടുക്കാനും വാങ്ങാനും ഉള്ള കഴിവ് ഈ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു കളരിയാണ്. അതിൽ പല അഭ്യാസങ്ങളും അവർ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ അനാവശ്യമായിട്ട് അവരെക്കുറിച്ച് ടെൻഷൻ എടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഇപ്പോൾ അക്കാഡമിക് ഇയർ തുടങ്ങി കുട്ടികൾ പുതിയ ഇതെടുത്തൊക്കെ പോയി ചില അമ്മമാർ, പ്രത്യേകിച്ച് അച്ഛന്മാരല്ല അമ്മമാരാണ് ഈ വേവലാതികളൊക്കെ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വൈകിയ വേളയിലും 8 മണി കഴിഞ്ഞാണ് ഈ വീഡിയോ ചെയ്യുന്നത്, ഈ വീഡിയോ ഞാൻ ഇടുന്നത്. പിന്നെ കഴിയുന്നതും കുട്ടികളുടെ കാര്യമാണെങ്കിൽ ഞാൻ വീഡിയോ കോൾ ചെയ്യാറുണ്ട്, കുട്ടികളോടാണെങ്കിലും സംസാരിക്കാറുണ്ട്, അവരോട് അവരുടേതായ രീതികളിൽ സംസാരിക്കാറുണ്ട്. പക്ഷേ അതിനും താല്പര്യം എടുക്കേണ്ടത് അച്ഛനമ്മമാരാണ്. എനിക്ക് എപ്പോഴും ഞങ്ങളുടെ കുട്ടികളോട് സംസാരിക്കുന്നു പറയാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പം എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യമുണ്ട്. കുട്ടികൾക്ക് പ്രശ്നമാണെന്ന് പറഞ്ഞ് വന്നിട്ട് കുട്ടികൾക്ക് ബ്ലെസ്സിങ് വാങ്ങിച്ചിട്ട് പോകും. രക്ഷകർത്താക്കൾ ബ്ലെസ്സിങ് വാങ്ങിക്കണോ വേണ്ടെന്ന് ഞാൻ പറയല, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം സാധാരണ ഡോക്ടറെ കാണാൻ പോകുന്ന പോലെ അസുഖമുള്ള ആൾക്ക് മാത്രം മരുന്ന് വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോകും. സാധാരണ ഈ വിരമരുന്ന് കൊടുക്കുമ്പോൾ വീട്ടിലുള്ള എല്ലാവരും വിരമരുന്ന് കഴിക്കണമെന്ന് പറയും. അതുപോലെ ഈ ബ്ലെസ്സിങ് വാങ്ങിക്കുമ്പോൾ അങ്ങനെ പോയിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെയും കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെയും പ്രശ്നങ്ങളായ കേസുകൾ അറിയാം. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളിൽ കാർമ്മികമാണ്. ബ്ലെസ്സിങ് വാങ്ങിക്കുമ്പോൾ സാധിച്ചാൽ എല്ലാവരും വാങ്ങിക്കുക. എനിക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ നിർബന്ധിക്കാൻ പറ്റുകയില്ല, വന്ന് ബ്ലെസ്സിങ് വാങ്ങിക്കുക എന്ന് നിർബന്ധിക്കാൻ പറ്റുകയില്ല. ഇന്ന് രാവിലെ കറുത്തവാവിന് ചടങ്ങുകൾ ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ 1-2 പേര് വിളിച്ചു ചോദിച്ചു, സാറേ ഞങ്ങളോട് പറഞ്ഞ കാര്യത്തിനാണോ സാറ് ആ യൂട്യൂബിൽ ഇത് പറഞ്ഞത്? അതും അതേന്ന് പറയേണ്ടി വന്നിരിക്കും. ശരിയാണ്, അവരെ കൂടി മനസ്സിലോർത്താണ് ആ വീഡിയോ ഞാൻ ഇട്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മുടെ പ്രശ്നങ്ങൾ മാറണമെന്ന് നമ്മൾ തന്നെ വിചാരിക്കുക, നമ്മുടെ കാർമ്മികാണെന്ന് വിചാരിക്കുക. അത് പൈസാറ് ഓർത്തിട്ട് പൈസാറ് കറക്റ്റ് സമയത്ത് പറയും ഇതാണെന്ന് ദയവ് ചെയ്ത് മനസ്സിലാക്കാണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസ പൈ. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.